കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ദൂത് നമ്മുടെ ഹൃദയത്തിന് വിടുതലും ആശ്വാസത്തിനും കാരണമാകത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് ഇന്നും തൊടുന്ന സ്പർശിക്കുന്ന ദൈവിക അനുഭവങ്ങൾ ധാരാളമായി പ്രാപിക്കുന്ന അത്ഭുതത്തിൻ്റെ ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായി ഇരുന്നു. ആഴത്തിനുമീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വാക്യത്തിൽ നിന്ന് ഇന്ന് നമ്മോട് ആഴമായി ഇടപെടുന്ന ദൈവശബ്ദം. ഭൂമി പാഴായും ശൂന്യമായി ഇരുന്നു. ശൂന്യതയിൽ നിന്നും പാഴായ അവസ്ഥയിൽ നിന്നും പുതിയത് ആരംഭിക്കുന്ന ദൈവം, പുതിയതിന് തുടക്കം വരുത്തുന്ന ദൈവം പാഴായ അവസ്ഥയെ, ശൂന്യമായ അവസ്ഥയെ എത്ര മനോഹരമാക്കാമോ അത്രയും മനോഹരമാക്കുവാൻ കരുത്തുള്ള ശക്തനായ പ്രാപ്തനായ ദൈവത്തിൻ്റെ കരുതൽ ഇന്ന് വചനം കേൾക്കുന്ന ദൈവമക്കളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ഇടപെടുന്ന ദൂത്. പാഴായ അവസ്ഥയിൽ നിന്ന് ദൈവം ഒരു പ്രതിഫലം ഒരുക്കുകയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ പല സമയങ്ങൾ പാഴായിപ്പോയി. ഞാൻ വിദ്യാഭ്യാസം ചെയ്തത് അത് വെറുതെ പഠിച്ചു, മറ്റൊന്നിലേക്ക് വീണ്ടും കടന്നു. ഇപ്രകാരം ചിന്തകളിൽ ഭാരപ്പെടുന്ന ദൈവമക്കൾ അധ്വാനിച്ചു, എന്നാൽ അത് പാഴായിപ്പോയി. ഒരുപാട് കാലം ചില കാര്യത്തിന് വേണ്ടി സമയം ചെലവഴിച്ചു, ആ സമയമൊക്കെ പാഴായിപ്പോയി. ഇപ്രകാരം ഏതെങ്കിലും മേഖലയിൽ ഒരു കുറ്റബോധം, ഹൃദയത്തിലൊരു ശൂന്യത, ഹൃദയത്തിൻ്റെ തലങ്ങളിൽ അത് പാഴായി പോയല്ലോ എന്ന വിചാരത്തോടെ, മനോദുഃഖത്തോടെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നും മാറാത്ത ഹൃദയത്തിൻ്റെ അവസ്ഥ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദർശിക്കുന്നു. കർത്താവ് ഇന്ന് അതിശക്തമായി ദൂത് ഇടപെടുക. ദൈവം ആ അവസ്ഥയിലും ഒരു പ്രതിഫലം ഒരുക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വൈതലേ, ചില നാളുകൾ പാഴായി പോയ അനുഭവങ്ങൾ, ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഒരുപാട് പ്രാർത്ഥിച്ചു, ഒത്തിരി സമയം കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്നു. ആ വിഷയത്തിന് മറുപടി ഇന്നും കിട്ടിയിട്ടില്ല. ആ പ്രാർത്ഥന പാഴായി പോയോ? ആ വിശ്വാസം എൻ്റെ ജീവിതത്തിൽ പാഴായിരുന്നോ? ഇന്നും പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളെ കണ്ട് ദൂത് വെളിപ്പെടുത്തുക. ഈ അവസ്ഥയിലില്ലേ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് നടന്നില്ല, എൻ്റെ അത്രയും സമയം ചെലവിട്ടു, അത്രയും സമയം ഞാൻ പ്രാർത്ഥിച്ചു, അതുപോലും പാഴായി പോയോ എന്ന് മനോദുഃഖത്തോടെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ വൈതലേ, ഒരു പ്രതിഫലം ദൈവം തരാൻ പോവുക. ഒരു പ്രതിഫലം കർത്താവ് ഒരുക്കാൻ പോവുക. ഈ അവസ്ഥയിൽ ചിന്തിക്കുന്നവരോട്, ഈ അവസ്ഥയിൽ ഓർക്കുന്നവരോട്, എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം പാഴായ അനുഭവങ്ങൾ കടന്നു വന്നിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്ന ദൈവമക്കളോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ദൂത്, സ്വർഗം ഒരു പ്രതിഫലം തരാൻ പോവുക. ആ ചെലവിട്ടതിന്, അപ്രകാരം സമയം കണ്ടെത്തിയതിന്, അപ്രകാരം അധ്വാനിച്ചതിന് ദൈവത്തിൻ്റെ വൈതലേ, കർത്താവിൻ്റെ കണ്ണത് ദർശിച്ചിട്ടുണ്ട്. ആ അധ്വാനത്തിന് ഒരു പ്രതിഫലം ദൈവം ഒരുക്കി കരങ്ങളിൽ ഏൽപ്പിക്കാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ദൂത് ഇടപെടുക. അതല്ലേ ശീമോൻ്റെ പടകിലും രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ആ സമയം പാഴായിരുന്നു.
ആ അധ്വാനം പാഴായിപ്പോയിരുന്നു. ഇപ്രകാരം മനസ്സ് തകർന്നിരിക്കുന്ന ഹൃദയത്തിൻ്റെ തലങ്ങളിലും ശീമോൻ്റെ പടകിലേക്ക് യേശു കയറി പ്രഭാതത്തിൽ ഒരു പ്രതിഫലം കൊടുത്തില്ലേ? ദൈവത്തിൻ്റെ പൈതലേ, എത്ര ഉദാഹരണങ്ങൾ തിരുവെഴുത്തിൽ നിന്ന് വെളിപ്പെടുത്താനുണ്ട്. ഇതുപോലെ ജീവിതസ്ഥിതിയിൽ, ജീവിത സാഹചര്യങ്ങളിൽ പാഴായി ആയിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ദൈവമക്കളോടുള്ള ദൈവത്തിൻ്റെ ആഴം ശക്തമായ ദൂത് സ്വർഗം പടകം നിറച്ചതുപോലെ ഒരു പ്രതിഫലം രാത്രി മുഴുവൻ അധ്വാനിച്ചതാ, അത് പാഴായി പോയെന്ന് തന്നെ നിർണയിച്ചു കഴിഞ്ഞിരിക്കുന്ന വിഷയമാണ്. എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവം ഒരു പ്രതിഫലം കൊടുക്കുകയാ. ദൈവത്തിൻ്റെ പൈതലേ, ഇതുപോലെ ഒരു പ്രതിഫലം ദൈവം തരും കേട്ടോ. കർത്താവ് തരും. ആ അധ്വാനം മനുഷ്യർ കണ്ടിട്ടില്ല, പക്ഷെ ദൈവം കണ്ടിട്ടുണ്ട്. ഇപ്രകാരം സമയം ചെലവിട്ടത് മനുഷ്യർ കണ്ടിട്ടില്ല, എന്നാൽ ദൈവം കണ്ടിട്ടുണ്ട്. അതിനുത്തമമായ വലിയൊരു പ്രതിഫലം ഈ ദിവസങ്ങളിൽ ദൈവം ഒരുക്കുന്നു. കർത്താവ് സഹായിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് കേൾപ്പിച്ച അങ്ങയുടെ ദൂതനായി സ്തോത്രം, അങ്ങയുടെ ശബ്ദത്തിനായി സ്തോത്രം. പാഴായിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആ തലങ്ങളിൽ പോലും കർത്താവെ പുതിയത് ആരംഭിച്ച് വലിയൊരു പ്രതിഫലം ദൈവം കൊടുക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഇന്നത്തെ കർത്താവിൻ്റെ ശബ്ദം പല ഹൃദയങ്ങൾക്ക് വിടുതലായി തീരട്ടെ, ആശ്വാസമായി തീരട്ടെ. ദൈവത്തിൻ്റെ ദൂതിൽ വിശ്വസിക്കുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചന ഹൃദയങ്ങളെ തൊടട്ടെ. വചന ഹൃദയത്തിൽ അസാധാരണമായ മാറ്റങ്ങളുണ്ടാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, വിടുതൽ കൽപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.